നമസ്കാരം. കണ്ണൂർ വൺ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ മഴയുടെ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയം. ഉണ്ടായത് മിന്നൽ പ്രളയമെന്ന് മുഖ്യമന്ത്രി. വിരുന്നു വിവാദത്തിലും പ്രതികരിച്ച് മുഖ്യമന്ത്രി. തകരാറിലായ 92% വൈദ്യുതി കണക്ഷനുകൾ പുനഃസ്ഥാപിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. ഏറ്റവും വലിയ നാശനഷ്ടം സംഭവിച്ചത് പത്തനംതിട്ടയിലും കണ്ണൂരിലും. ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയക്കെടുതി 13 ഗ്രാമങ്ങളെ ബാധിച്ചതായും മന്ത്രി സണ്ണി ജോസഫ്. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചെന്ന കേസിൽ 7 പ്രതികൾക്ക് ജാമ്യം. റിമാൻഡിലായി 67 ദിവസത്തിനു ശേഷമാണ് ജാമ്യം അനുവദിച്ചത്. വാർത്തകൾ വിശദമായി. പത്തനംതിട്ട ജില്ലയിലെ ചില പ്രദേശങ്ങളൊഴികെ സംസ്ഥാനത്തെ മഴയുടെ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ ദിവസം സംഭവിച്ചത് മിന്നൽ പ്രളയമായിരുന്നുവെന്നും രാത്രി വരെ മുന്നറിയിപ്പില്ലായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. NDRF സംഘങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും ഭക്ഷണപ്പൊതികളുമെല്ലാം തയ്യാറാണ്. പത്തനംതിട്ടയിൽ പ്രത്യേക സന്നാഹങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡാമുകളിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പല ഡാമുകളിലും ജലനിരപ്പ് വളരെ താഴെയാണ്. ജലം ഡാമുകളിൽ നിന്ന് ഒഴുക്കിവിടുന്നുവെന്ന് വ്യാജ പ്രചരണമാണ്. ആശങ്ക പരത്തുന്ന ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പല പ്രചരണങ്ങളും വ്യാപകമായി നടക്കുന്നുണ്ട്. ആ പ്രചരണങ്ങളിൽ ഏറ്റവും പ്രധാനം അണക്കെട്ടുകളിൽ നിന്ന് വെള്ളമൊഴുക്കുന്നു എന്നുള്ളതാണ്. അണക്കെട്ടുകൾ, പ്രധാനപ്പെട്ട അണക്കെട്ടുകളിലെല്ലാം ജലനിരപ്പ് വളരെ താഴെയാണ്. ജനങ്ങളുടെ ഇടയിൽ യാതൊരു ഉത്കണ്ഠയ്ക്കും അവകാശമില്ല. തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലും അല്ലാതെയും പ്രചരിക്കുകയാണ്. ഞാൻ പറയാം, ഇടുക്കിയില് ജലസംഭരണിയിലെ 38.91% ഉള്ളു വെള്ളം. ഇടമലയാറ് 46.64%. ബാണാസുര സാഗറിൽ 52.9%. കക്കിയിൽ 44.82%. കല്ലടയിൽ 45% ഉള്ളൂ. മലമ്പുഴയിൽ 35% ഉള്ളൂ. പീച്ചിയിൽ 34% ഉള്ളൂ. അപ്പൊ ജലസംഭരണികളിൽ നിന്ന് വെള്ളം ഒഴുക്കി വിടുന്നു എന്ന് പറയുന്ന വ്യാപകമായ തെറ്റായ വാർത്തയാണ്. അതിനെതിരായി കർശനമായ നടപടികൾ സ്വീകരിക്കും. കാരണം ജനങ്ങളിൽ ഉത്കണ്ഠ പരത്തുന്ന തെറ്റായ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണ്. ആകെ മൂഴിയാറിലാണ് വെള്ളം അത് മൂഴിയാറില് 2022 മുതൽ അതിന്റെ ഒരു സംവിധാനം ഉള്ളതാണ്. ചെറിയ അണക്കെട്ടുകളിലെ സ്ഥിതി അങ്ങനെയാണ്. ചെറിയ അണക്കെട്ടുകളിൽ നിന്ന് അങ്ങനെ ചെയ്യാം. ഇത്തരം അണക്കെട്ടുകൾ രാത്രി ജലം തുറന്നു വിടുന്ന സാഹചര്യം ഉണ്ടോ എന്ന് ദിവസവും 2 വട്ടം അതാത് അണക്കെട്ടുകളുടെ ചുമതലയുള്ള വകുപ്പുകൾ, ഒന്ന് KSEB, ഒന്ന് ജലസേചന വകുപ്പ് വിലയിരുത്തുക. ഉണ്ടോ ഇല്ലയോ എന്ന് നേരിട്ട് ജില്ലാ കളക്ടർ അറിയിക്കുക. ജില്ലാ കളക്ടറുടെ കൂടെ അംഗീകാരത്തോടുകൂടി മാത്രമേ തുറന്നു വിടുള്ളൂ. അത് ചെറിയ അണക്കെട്ടുകളാണ്, വളരെ ചെറിയ. അതാണ് ഈ മൂഴിയാർ അണക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ സാധ്യതകൾ മാത്രമാണ് വെള്ളവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് 15 മരണങ്ങൾ സ്ഥിരീകരിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു. 7 പേരെ കാണാതായി. 316 ക്യാമ്പുകളിലായി 11,018 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും വീട് പൂർണ്ണമായി തകർന്നവർക്ക് 6 ലക്ഷം രൂപ നൽകുമെന്നും വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷം രൂപ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ആകെ ഉള്ളത് 316. ഇന്ന് രാവിലെ 9 മണി വരെയുള്ള റിപ്പോർട്ടാണ്. 316 ക്യാമ്പുകളിലായി 11,018 പേരാണ് ഇപ്പോൾ ഉള്ളത്. ക്യാമ്പുകളിൽ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇതുവരെ മരിച്ചവരുടെ എണ്ണം കണക്കാക്കിയിട്ടുള്ളത് 15 ആണ്. അത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട ഭാഗത്ത് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ 2 പേരും, ഒരു കുട്ടി അപകടത്തിൽ പുതുപ്പള്ളിയിൽ ഒരു ടാങ്കിൽ വീണ് മരിച്ചതും ഉൾപ്പെടെ 3 പേർ, ഇടുക്കിയിൽ 2 പേർ, വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും ഓരോരുത്തരും മരിച്ചു. ഓരോരുത്തർ 2 സ്ഥലത്തും മിസ്സിംഗ് ആണ്. കൊല്ലത്ത് 2 പേര് മരിച്ചു, 2 പേരും മിസ്സിംഗ് ആണ്. അതുപോലെ മലപ്പുറം ജില്ലയിൽ 4 പേരും മരിച്ചു, ഒരാള് മിസ്സിംഗ് ആണ്. കണ്ണൂര് ഒരാള് മരിച്ചു, 2 പേര് മിസ്സിംഗ് ആണ്. അതുപോലെ കോഴിക്കോട് ഒരാള് മരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുവരെ 15 പേര് മരിച്ചതായിട്ടാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. മിസ്സിംഗ് ഉള്ളത് 7 പേരാണ്.
15 പേര് മരിക്കുകയും 7 പേര് മിസ്സിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ 1. മഴക്കെടുതിക്കിടെ മലപ്പുറം പൊന്നാനിയിൽ യൂത്ത് ലീഗ് നേതാവ് ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്തെന്ന ആക്ഷേപത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി. താൻ ഭക്ഷണം കഴിച്ചുപോയെന്നും എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. രാവിലെ 5 മണിക്കാണ് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വിവരം അറിയുന്നത്. 5 മണി തൊട്ട് റവന്യൂ മന്ത്രിയെയും ചീഫ് സെക്രട്ടറിയെയും ജില്ലയിലെ ചാർജുള്ള മന്ത്രിമാരെയും കളക്ടർമാരെയും MLA-മാരെയും ബന്ധപ്പെട്ടു. വരേണ്ട ആവശ്യമുണ്ടോ എന്ന് താൻ ചോദിച്ചു. ഇല്ലെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് നിശ്ചയിച്ചിരുന്ന പരിപാടിക്ക് പോയി. അന്ന് 3 മണിയായപ്പോഴാണ് ഭക്ഷണം കഴിച്ചത്. 2018-ലും 19-ലും ദുരന്തമുണ്ടായപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നുവെന്നും ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നും VD സതീശൻ പറഞ്ഞു. രാവിലെ മുതൽ എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നത്. രാവിലെ മുതൽ 5 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. 5 മണി തൊട്ട് റവന്യൂ മിനിസ്റ്ററെ ബന്ധപ്പെട്ടു, ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടു, ജില്ലയിലെ ചാർജുള്ള മന്ത്രിമാരെ ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു, എല്ലാ മന്ത്രിമാരും സ്പോട്ടിലെത്തി, എല്ലാ MLA-മാരെയും ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ എടുത്ത പ്രോഗ്രാമിന് പോയി. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോൾ. എനിക്കറിയില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു 2018-ലും 19-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, ഹരിദാസ് സാറിന്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിച്ചെന്ന് അല്ലല്ല വെയിറ്റ്, പിന്നെന്താ ഞങ്ങൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന എങ്ങനെ എന്ത് മാച്ചിങ് ആണുള്ളത്? നീലയും കറുപ്പോ? നിങ്ങളുടെ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്ത് ഔചിത്യമാണ് നിങ്ങളുടെ ചോദ്യത്തിൽ? അല്ലത് ഭക്ഷണം കഴിച്ചു തെറ്റുപറ്റിപ്പോയി, ഇനി പോലെ ഭക്ഷണം കഴിക്കാതിരിക്കും. എന്തൊരു മര്യാദകേടാണ്. എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് വെള്ളം എടുക്കുന്നു. അല്ലെ, ഒരു ചോദ്യത്തിന് മറുപടി പറ. ഇതിനൊന്നും മറുപടി പറ. എന്ത് ഔചിത്യക്കുറവാണ് ഭക്ഷണം കഴിച്ചതിന്? ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? നിങ്ങൾക്ക് വേറെ എന്തോ ദുരുദ്ദേശമുണ്ട് നിങ്ങൾ ചോദിക്കുന്നതിൽ. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി, ക്ഷമിക്കണമെന്ന്. ഞാൻ സൽക്കാരത്തിലല്ല പോയത്, എനിക്ക് ഭക്ഷണം കഴിക്കാനാ പോയത്. അല്ല, ഇത് കഴിയട്ടെ ഇതിന്റെ വിഷമം തീർക്കട്ടെ. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അല്ല എല്ലാവരും ചോദിച്ചു. ഞാൻ ഗുരുതരമായൊരു തെറ്റ് ചെയ്തു. അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചു 3 മണിക്ക് ഭക്ഷണം കഴിച്ചു. അതാണ് ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറയരുത്. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ബഹളം ഉണ്ടാക്കരുത്. 3 മണിക്ക് ഞാൻ ഭക്ഷണം, കേരളത്തിലെ ജനങ്ങളെ വിലയിരുത്തട്ടെ. പിന്നെ നിങ്ങൾക്കറിയാലോ മലബാറിൽ ഭക്ഷണം, ഒരു കാപ്പി കുടിക്കാൻ പോയാലുള്ള സ്ഥിതി. മലബാറിലെ ഏതെങ്കിലും വീട്ടിലൊരു കാപ്പി കുടി, അവര് ഈ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞിട്ടല്ല, ഞാനൊന്ന് വരുമെന്ന് പറഞ്ഞു, ഞാനൊന്ന് ഹരിദാസേട്ടന്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത വീട്ടിൽ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അവർ ആ വീട്ടുകാർ മുഴുവൻ ഭക്ഷണം കഴിക്കാതെ 3 മണി വരെ എന്നെ കാത്തിരിക്കുക. ഞാൻ 3 മണിക്കാണ് എത്തിയത്. ഇതിന്റെ താമസവും കാര്യങ്ങളും ഓൺ ദ വേയിൽ മുഴുവൻ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കംപ്ലീറ്റ് ഇരിക്കുകയാണ്. പിന്നീട് മലബാറിലായിരിക്കും പ്രശ്നം എന്ന് പറഞ്ഞു. മലബാറിലെ കളക്ടർമാരെ മുഴുവൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്കൊന്നും പറയാനില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഈ ഒരാൾ മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. താൻ ഹെലികോപ്റ്ററിൽ ഒരു സ്വകാര്യ യാത്രയും നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഔദ്യോഗിക ആവശ്യത്തിന് മാത്രമാണ് പോയത്. തന്റെ യാത്ര കൊണ്ട് സർക്കാരിന് 1 രൂപ പോലും നഷ്ടമില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. 1 നിക്കേ 2 നിങ്ങള് വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പൊ അവർക്ക് അത്യാവശ്യമായി സന്ധ്യയ്ക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു.
അവരെ അറിയിച്ച് അപ്പൊ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ 1 രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. 1 രൂപ പോലും സർക്കാരിന് അധിക ചെലവുണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് അടുത്ത സെപ്റ്റംബർ 19 വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. ഗവൺമെന്റ് 5 മാസം വാടക കൊടുത്തിട്ടില്ല. ഒരു മാസം 80 ലക്ഷം രൂപ വെച്ച് 25 മണിക്കൂർ മിനിമം ഫ്ലൈ ചെയ്യണം. അത് ഫ്രീ ആണ്. 25 മണിക്കൂർ ഫ്ലൈ ചെയ്യണം മിനിമം. 25 മണിക്കൂർ അത് ഫ്രീ ആണ്. അത് ചെയ്തില്ലെങ്കിലും ഈ 80 ലക്ഷം രൂപ കൊടുക്കണം. ഞാൻ യാത്ര ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടില്ല. ന്യൂസ് ഡെസ്ക് കണ്ണൂർ 1. മഴക്കെടുതി നേരിടുന്നതിൽ സംസ്ഥാന സർക്കാരും ജില്ലാ പ്രാദേശിക ഭരണകൂടങ്ങളും ഫലപ്രദമായ ഇടപെടലാണ് നടത്തുന്നതെന്ന് സംസ്ഥാന വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് ഇരിട്ടിയിലെ വീട്ടിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. മഴക്കെടുതിയിൽ സംസ്ഥാനത്താകെ 4,80,614 വൈദ്യുതി കണക്ഷനുകൾ തകരാറിലായി. ഇതിൽ 92% ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പുനഃസ്ഥാപിച്ചു. ഇനി 35,118 മാത്രമാണ് ബാക്കിയുള്ളതെന്നും മന്ത്രി പറഞ്ഞു. 2,292 ട്രാൻസ്ഫോമറുകൾക്ക് തകരാറ് പറ്റി. വെള്ളമിറങ്ങിയതിനെ തുടർന്ന് ഇതിൽ 2,600 നന്നാക്കി. ഇതിനകം ചാർജും ചെയ്തു. 1,872 വൈദ്യുതി തൂണുകൾക്ക് നാശം നേരിട്ടു. ഇവ അതിവേഗത്തിൽ പുനഃസ്ഥാപിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. വൈദ്യുതിയുടെ കൂടി ചുമതലയുള്ളതുകൊണ്ട് അക്കാര്യത്തിലും ചെയ്യുന്ന കാര്യങ്ങൾ കേരളത്തിലൊട്ടാകെ 4,80,614 കണക്ഷനുകളാണ് തകരാറായത്. മഴയുമായിട്ട് ബന്ധപ്പെട്ട് 4,80,614 കണക്ഷനുകളാണ് തകരാറായത്. അതിൽ 92% അത് പുനഃസ്ഥാപിക്കാൻ സാധിച്ചു. 4,40,05,000 കണക്ഷനുകൾ വൈദ്യുതി കണക്ഷനുകൾ പുനഃസ്ഥാപിച്ചു. 35,118 കണക്ഷനുകൾ ഇനി പുനഃസ്ഥാപിക്കേണ്ടത്. 2,892 ട്രാൻസ്ഫോമറുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്, ചാർജ് ചെയ്യാൻ സാധിക്കാതെ വന്നത്. അതിൽ 2,600 ചാർജ് ചെയ്തിട്ടുണ്ട്. വെള്ളം ഇറങ്ങിയാൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചെറിയ അറ്റകുറ്റപ്പണി കൊണ്ട് ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 2,892 ട്രാൻസ്ഫോമറുകൾ ഇനി 290 ബാക്കി ചാർജ് ചെയ്യാൻ ബാക്കിയുള്ളത്. 1,872 പോസ്റ്റുകൾക്ക് നാശം വന്നിട്ടുണ്ട്. അതും പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. വൈദ്യുതി മേഖലയിൽ ഏറ്റവും വലിയ നാശനഷ്ടം സംഭവിച്ചത് പത്തനംതിട്ട ജില്ലയിലും പിന്നെ കണ്ണൂരിലുമാണ്. കണ്ണൂരിൽ ശ്രീകണ്ഠാപുരം സർക്കിൾ പരിധിയിൽ വരുന്ന ചെറുപുഴ മുതലുള്ള ഭാഗങ്ങളിലും ഇരിട്ടി സർക്കിളിലെ മലയോര പ്രദേശങ്ങളിലുമാണ് കൂടുതൽ നാശം. ഇവ പരിഹരിക്കാനുള്ള നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ഏറ്റവും വലിയ നാശനഷ്ടം ഉണ്ടായത് പത്തനംതിട്ട ജില്ലയിലും പിന്നീട് കണ്ണൂർ ജില്ലയിലുമാണ്. കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരം സർക്കിളിന്റെ കീഴിലാണ്. ശ്രീകണ്ഠപുരം സർക്കിളിന് കീഴിൽ വരുമ്പോൾ പയ്യന്നൂര് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ചെറുപുഴ പോലുള്ള പ്രദേശം, ഇരിട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കീഴിലുള്ള ഈ മലയോര പ്രദേശത്താണ് കൂടുതലായിട്ട് വൈദ്യുതി തകരാറുകൾ സംഭവിച്ചതും നാശനഷ്ടങ്ങൾ സംഭവിച്ചതും. അത് പരിഹരിക്കാനുള്ള നടപടികൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് പൂർണ്ണമായിട്ടും നല്ല നിലയിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ 1. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയക്കെടുതിയിൽ 13 ഗ്രാമങ്ങളെ സാരമായി ബാധിച്ചതായി മന്ത്രി സണ്ണി ജോസഫ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയിൽ നിലവിൽ 13 കേന്ദ്രങ്ങളിലായി ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു. 609 പേരെയാണ് നിലവിൽ ഈ ക്യാമ്പുകളിൽ മാറ്റി പാർപ്പിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ ഇനി 2 ആളെ കൂടി പുഴയിൽ കാണാതായ 2 ആളെ കൂടി കണ്ടെത്താനുണ്ട്. അതിന്റെ തെരച്ചിൽ ഊർജ്ജസ്വലമായിട്ട് നടക്കുകയാണ്. ചെറുപുഴയിലും അതുപോലെ പേരാവൂര് തൊണ്ടിയിലും കാണാതായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ. 13 വില്ലേജുകളാണ് കൂടുതലായിട്ടും ബാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 13 സ്ഥലത്ത് ക്യാമ്പുകൾ, ഒരു ക്യാമ്പ് അവസാനിപ്പിച്ചു. 13 സ്ഥലത്ത് ഇപ്പോൾ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. 609 പേര് ഇപ്പോൾ ക്യാമ്പുകളിലായിട്ട് ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാലങ്ങളും റോഡുകളുടെയും തകർച്ചയുണ്ട്. അതിപ്പം മരാമത്ത് വകുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീടുകളുടെ തകർച്ചയുടെ കാര്യത്തിൽ ഞാനിപ്പോൾ മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, തകർന്ന വീടുകൾ കണക്കൂട്ടുന്നതിൽ ഉള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണം. ഞാൻ ഇന്നലെ കുറേ സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ, ആറളം, അയ്യങ്കുന്ന്, പായം പഞ്ചായത്തുകൾ സന്ദർശിച്ചപ്പോൾ വീടിൻ്റെ പുറകിൽ മണ്ണിടിഞ്ഞ് വീടിന് പറ്റുന്ന നാശനഷ്ടം, അത് വലിയ ഗുരുതരമായ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായി. 2018 വെള്ളപ്പൊക്കത്തിൽ കരിക്കോട്ടക്കരിയിലും എടക്കാനത്തും ഒക്കെ വീട് തകർന്നതിന് സമാനമായിട്ടുള്ള വലിയ സംഭവങ്ങളുണ്ട്. അത്തരം വീടുകളുടെ നാശനഷ്ടങ്ങളെയും പൂർണ്ണ നാശനഷ്ടമായിട്ട് പരിഗണിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാലങ്ങൾ തകർന്നതിനുള്ള പുനഃസംവിധാനം എത്രയും വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കണ്ടെത്തേണ്ട
രണ്ടാളുകൾ പുഴയിൽ കാണാതായത് അവർ മിസ് ചെയ്യുന്ന ആളുകൾ കാണുന്നുണ്ട്, പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം നല്ല നിലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചുവെന്ന കേസിൽ 7 പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. റിമാൻഡിലായി 67 ദിവസത്തിനു ശേഷമാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. സംഭവം നടന്ന പ്രദേശത്തോ അതിൻ്റെ സബ് ഡിവിഷൻ പരിധിയിലോ പ്രവേശിക്കരുത് എന്ന കർശന ഉപാധിയോടെയാണ് ജാമ്യം നൽകിയിട്ടുള്ളത്. പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ള വധശ്രമ കുറ്റം നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തി. കേസന്വേഷണം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. അതിനാൽ ഇനിയും പ്രതികൾ റിമാൻഡിൽ തുടരേണ്ട കാര്യമില്ലെന്ന് ഹൈക്കോടതി വിലയിരുത്തി. ED ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായ പരിക്കുകൾ കോടതി പരിശോധിച്ചു. ഒരു ഡ്രൈവർക്ക് ഉണ്ടായ നിസ്സാര പരിക്കല്ലാതെ മറ്റ് സാരമായ പരിക്കുകൾ ഒന്നുമില്ലെന്ന് കോടതി വിലയിരുത്തി. EDയും സംസ്ഥാന സർക്കാരും ജാമ്യ അപേക്ഷയെ കോടതിയിൽ ശക്തമായി എതിർത്തിരുന്നു. കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും പ്രതികൾക്ക് ജാമ്യം നൽകരുതെന്നും അവർ വാദിച്ചു. എന്നാൽ പ്രതികൾ 67 ദിവസമായി ജയിലിൽ കഴിയുകയാണെന്നത് കണക്കിലെടുത്ത് ജാമ്യം അനുവദിക്കേണ്ടതായിട്ടുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. കഴിഞ്ഞ മെയ് 28 മുതൽ പ്രതികൾ ജയിലിൽ കഴിയുകയായിരുന്നു. നേരത്തെ പ്രതികൾ സമർപ്പിച്ച ജാമ്യ അപേക്ഷകൾ എല്ലാം കോടതി തള്ളുകയാണുണ്ടായത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ 1. വാർത്തകളിൽ ഇടവേള. AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. ഇന്ത്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303. വാർത്തകൾ തുടരുന്നു. KSRTC പ്രിയദർശിനി സൗജന്യ യാത്ര, കനത്ത ഡീസൽ വിലവർദ്ധനവ്, സ്പെയർ പാർട്സ് വിലവർദ്ധനവ് എന്നിവ കാരണം തകർച്ച നേരിടുന്ന സ്വകാര്യ ബസ് വ്യവസായ മേഖലയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും തലശ്ശേരി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും സംയുക്തമായി കൺവെൻഷനും സിംബോസിയവും സംഘടിപ്പിക്കും. ആഗസ്റ്റ് 5-ന് കണ്ണൂർ ചേംബർ ഹാളിൽ നടക്കുന്ന കൺവെൻഷനും സിംബോസിയവും TO മോഹനൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അത് ഞങ്ങൾ കുറേ ഡിമാൻഡുകൾ വെച്ചിരുന്നു. ആ ഡിമാൻഡുകളൊന്നും ഗവൺമെന്റ് അംഗീകരിച്ചില്ല. നേരിയൊരു ബസ് ചാർജ് വർധനവ് തന്നിട്ട് തന്നെ ഏകദേശം 4 വർഷം കഴിഞ്ഞു. അതിൽ പ്രധാനമായിരുന്നു വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധനവ്. 14 കൊല്ലമായി വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിച്ചിട്ട് 3-4 കമ്മീഷന്റെ റിപ്പോർട്ടും വാങ്ങിച്ചു, മേശപ്പുറത്ത് വെക്കുക എന്നല്ലാതെ അതിനൊരു നടപടി സ്വീകരിച്ചില്ല. അതിൻ്റെ ഇടയിലാണ് ഈ ഡീസൽ വില വർധനവ്. 8 രൂപ 20 പൈസയോളം ഒരു ലിറ്റർ ഡീസലിനും കൂടി. അതേപോലെ സ്പെയർ പാർട്സ് ടയറുകളുടെ വർധനവൊക്കെ കൊണ്ട് പൊറുതിമുട്ടുന്ന അവസരത്തിലാണ് സർക്കാർ പുതിയ ഈ പ്രിയദർശിനി പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. അതോടുകൂടി നമ്മളെ തകർച്ച പൂർണ്ണമായ സ്ഥിതിയിലാണ്. വളരെ പ്രയാസത്തിലാണ് സംസ്ഥാനത്തെ ബസ്സുകൾ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പലരും ഈ രംഗത്തുനിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ രീതിയിൽ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഒരു കഥ ആയി അവശേഷിക്കുന്ന സ്ഥിതിയാണ് കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായം. അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കേണ്ട ഒരു ചരിത്ര പുസ്തകത്തിൽ എഴുതി ചേർക്കേണ്ട ഒരു ഗതികേട് ഈ മേഖലക്ക് ഉണ്ടാവും. അതിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും വ്യവസായം, നമ്മളുള്ളവരെങ്കിലും എങ്ങനെയെങ്കിലും വ്യവസായം സംരക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സ്റ്റേറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ ആഹ്വാനപ്രകാരം ഇതിനൊന്നും ഒരു പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് ഞങ്ങളൊരു സെക്രട്ടേറിയറ്റ് ധർണയും അതേപോലെ ഒരു സൂചനാ സമരവും പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ 13-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുമായുള്ള ചർച്ചയിൽ അവർ പുതിയ കമ്മീഷൻ നിയമിക്കുകയും ആ കമ്മീഷൻ തെളിവെടുപ്പ് 6 ആഴ്ചക്കുള്ളിൽ പൂർത്തീകരിച്ച് നിങ്ങൾ ഉന്നയിക്കുന്ന ന്യായമായ വശങ്ങളെ പരിശോധിച്ചതിനൊരു പരിഹാരം കാണുമെന്നുള്ള ഉറപ്പിലാണ് അന്നത്തെ നമ്മുടെ സെക്രട്ടേറിയറ്റ് ധർണയും അതേപോലെ സൂചനാ പണിമുടക്ക് മാറ്റിവെച്ചത്. അപ്പോൾ ഈ വ്യവസായം ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. നിങ്ങൾക്കൊക്കെ നമ്മൾ പണ്ടേ പറയുന്ന മാതിരി ഓരോ ദിവസവും ഇതിൻ്റെ എണ്ണം കുറഞ്ഞു വരുന്നു. ഇതുകൊണ്ട് ഉപജീവന മാർഗം കഴിക്കുന്ന പല ബസ് ഉടമകളും വഴിയാധാരമായി തീരുന്നുണ്ട്. പലരും ആത്മഹത്യാ മുനമ്പിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും താലൂക്കുകളിലും അതേപോലെ യൂണിറ്റുകളിലും ഇതേമാതിരി ജനപ്രതിനിധികളെയും മറ്റുള്ള ഇതിന് പ്രധാനപ്പെട്ട മറ്റ് സാംസ്കാരിക നായകന്മാരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന ആഗസ്റ്റ് 5-ാം തീയതി നമ്മളെ ജില്ലയിലും കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചത്.
ബഹുമാനപ്പെട്ട നമ്മളും കണ്ണൂർ തലശ്ശേരി അസോസിയേഷൻ ചേർന്ന് ഞങ്ങൾ ഈ വരുന്ന 5-ാം തീയതി കണ്ണൂർ നോർത്ത് മലബാർ ചേംബറിൽ വെച്ച് കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട MLA ശ്രീ TO മോഹനൻ അവർകളാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ സ്റ്റേറ്റ് ഫെഡറേഷൻ ഭാരവാഹികളും എല്ലാവരും ഈ പ്രസ്തുത യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം ഉച്ചക്ക് 3 മണിക്ക് ശേഷം നമ്മളൊരു ഈ വ്യവസായത്തിൻ്റെ വെല്ലുവിളിയെ പറ്റിയിട്ട് ഒരു സിമ്പോസിയം നടത്തുന്നുണ്ട്. അതിൽ പ്രമുഖ ട്രേഡ് യൂണിയനുകൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, വിദ്യാർത്ഥി പ്രതിനിധികൾ ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സിമ്പോസിയമാണ് നടത്തി പോകുന്നത്. വാർത്താസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി രാജകുമാർ കരുവാരത്ത്, PP മോഹനൻ, KP മുരളീധരൻ, K ഗംഗാധരൻ, AK ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ 1. സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് വർഷം തോറും നൽകി വരുന്ന വിദ്യാർത്ഥി കൺസെഷൻ കാർഡ് 2026-27 വർഷത്തേക്ക് ഡിജിറ്റൽ ആക്കിയാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ഓൺലൈനായി RTO വിതരണം ചെയ്ത കാർഡുകൾ അനർഹരായ വിദ്യാർത്ഥികൾക്കും ലഭിക്കുന്നുണ്ട്. അതിന് ഒരു പരിഹാരമുണ്ടാകണം. അടുത്ത ദിവസം മുതൽ അത്തരം പാസുകൾ ബസ്സുകളിൽ സ്വീകരിക്കേണ്ടതില്ലെന്ന് കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. കാലവർഷക്കെടുതി കാരണം ജില്ലയിലെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് റോഡുകളിൽ വലിയ ബ്ലോക്കുകൾ ഉണ്ടാകാനിടയാകുന്നു. അതുകാരണം ബസ്സുകൾക്ക് കൃത്യസമയത്ത് സർവീസ് നടത്താനോ ട്രിപ്പുകൾ മുഴുമിപ്പിക്കാനോ കഴിയുന്നില്ല. അതിനാൽ പോലീസ്, മോട്ടോർ വാഹന അധികാരികൾ ഫൈൻ ഈടാക്കുന്നത് ഒഴിവാക്കി തരണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. കണ്ണൂർ ചാലാട് പന്നേപാറ സ്നേഹ റെസിഡൻസ് അസോസിയേഷൻ കർക്കിടക മാസത്തിൽ ആയുർവേദത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. MVR ആയുർവേദ കോളേജ് പ്രൊഫസർ ഡോക്ടർ ദീപ പീതാംബരൻ, ഡോക്ടർ അർജുൻ, ഡോക്ടർ അശ്വിൻ എന്നിവർ ക്ലാസ് എടുത്തു. കോർപ്പറേഷൻ കൗൺസിലർ CV റഫ്ന ഉദ്ഘാടനം നിർവഹിച്ചു. സ്നേഹ പ്രസിഡന്റ് PC അശോകൻ അധ്യക്ഷത വഹിച്ചു. K ഷാജി, MC മുഹമ്മദ് അലി, അഡ്വക്കേറ്റ് PV അബ്ദുൽ ഖാദർ, സ്വപ്ന EK, ഷീജ CP തുടങ്ങിയവർ സംസാരിച്ചു. നല്ലൊരു മാറ്റം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എനിക്ക് പറയാനുള്ള എന്റെ ഇവരിപ്പോ പറയുന്ന ഓരോ കാര്യങ്ങളും, അതായത് അരിഷ്ടം, ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റും, അതായത് അരിഷ്ടം എന്നൊക്കെ പറയുമ്പോൾ കഴിപ്പ് രസമാണ്. അപ്പൊ ആർക്കും അത് പറഞ്ഞ ടേസ്റ്റും കാര്യങ്ങളും ഇന്നത്തെ കുട്ടികൾക്കൊന്നും പ്രത്യേകിച്ച് ആയിട്ടും ഇഷ്ടപ്പെട്ടില്ല. ആയുർവേദം പറയുന്നു ശരിക്കും പണ്ടത്തെ ആൾക്കാർ, നമ്മുടെയൊക്കെ പൂർവികർ എപ്പോഴും ആ ഒരു കൃഷിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു അല്ലെ. കൃഷി മെയിൻ ആയിട്ടുള്ള ഒരു ഉപജീവന മാർഗമായിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കർക്കിടകം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഒരു മഴ, ഭയങ്കര മഴയുള്ള സമയമാണ്. ആൾക്കാർക്ക് പണിയിലും. കണ്ണൂർ ചിറക്കൽ സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ വനിതാ സമ്മേളനം സംഘടിപ്പിച്ചു. ഹോട്ടൽ ലക്ഷ്മി കൃഷ്ണയിൽ നടന്ന സമ്മേളനം റീജിയണൽ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ദീപക് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. റൂട്ട് സെറ്റ് അധ്യാപകരായ N അഭിലാഷ്, C റോഷിനി എന്നിവർ സ്വയം തൊഴിൽ പരിശീലന ക്ലാസ് എടുത്തു. അസോസിയേഷൻ പ്രസിഡന്റ് K മല്ലിക മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പ്രവീണ സജീവൻ, KK രാധാകൃഷ്ണൻ, GV ശരത് ചന്ദ്രൻ, A സ്വപ്ന തുടങ്ങിയവർ സംസാരിച്ചു. 700-ലധികം പേരെ സെറ്റിൽമെന്റ് ചെയ്തില്ല. എന്താണ് സെറ്റിൽമെന്റ്? അവർ സ്വയം തൊഴിൽ തുടങ്ങണം, അല്ലെങ്കിൽ ജോലി തുടങ്ങണം. സ്വയം തൊഴിലിനാണ് പ്രാധാന്യം. പിന്നെ ഈ 1000 പേരിൽ 500-ലധികം പേർക്കെങ്കിലും ലോൺ എടുത്തിരിക്കണം, ബാങ്ക് ലോൺ എടുത്തിരിക്കണം. സോ എന്തുകൊണ്ടാണ് എന്നെ പോലെയുള്ള ബാങ്ക് മാനേജർമാരെ റൂട്ട് സേഫ്റ്റിയിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്? അതൊരു കാരണം കൊണ്ടല്ലോ അല്ലേ? കാരണം നമ്മൾ ഡെപ്യൂട്ടേഷനിലാണ്. ഞാൻ ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് കൽപ്പന കാനറ ബാങ്കിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതിന് മുമ്പ് നിങ്ങൾക്ക് പെരുമ്പടവ് നേടിയിട്ടുണ്ട്, അവിടെ ബ്രാഞ്ച് കാനറ ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അതിന് മുമ്പ് കർണാടകത്തിലായിരുന്നു. സോ എന്തുകൊണ്ട് നമ്മൾ ബാങ്കേഴ്സിനെ ഇടുന്നു? യെസ്, വേണം, പറഞ്ഞാൽ കറക്റ്റാണ്. ലോൺ എടുക്കുമല്ലോ ഇത് കഴിഞ്ഞിട്ട്. ഫണ്ട് വേണമല്ലോ, സംരംഭം നമ്മളെ പഠിപ്പിക്കുന്നു, അതിനുശേഷം ഫണ്ട് ആവശ്യമുണ്ടാവും. അതിന്റെ ഫോളോ അപ്പ് നമുക്ക് 2 വർഷം ചെയ്യണം എന്നാണ്. 2 വർഷം ഫോളോ അപ്പ് ചെയ്യണം. അവർ ലോൺ എടുക്കാനുള്ള എല്ലാ സഹായം ചെയ്തു കൊടുക്കണം. സോ ബാങ്കും റൂട്ട് സേഫ്റ്റി, അതായത് ഗവൺമെന്റും റൂട്ട് സേഫ്റ്റി തമ്മിലുള്ള, നമ്മുടെ ട്രെയിനിങ് തമ്മിലുള്ള ഒരു ചാനലായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. പിന്നെ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിങ് വെരിഫൈ ചെയ്യും. പിന്നെ ഇതുപോലെയുള്ള ഫങ്ഷൻസ് കൈകാര്യം ചെയ്യും. സ്ഥാപനത്തിന് ഓരോ നടത്തിപ്പിക്കും. അതിനാണ് എന്റെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ റൂട്ട് സേഫ്റ്റി എന്ന് പറയുന്നതല്ലാതെ എന്തൊക്കെയാണ് ഇവിടെ കോഴ്സ്? ഞാൻ ഒരു കോഴ്സ് പറഞ്ഞിട്ട് അത് വെച്ചിട്ട് ഉദാഹരണം പറയും. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. AKG Memorial Cooperative Hospital, Kannur.
സിന്ധ്യ ഹോസ്പിറ്റൽ, പാമ്പൻ മാധവൻ റോഡ്, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972761303. വാർത്തകൾ തുടരുന്നു. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ജീവനക്കാരെ സ്ഥലം മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് NGO യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ കണ്ണൂർ DMO ഓഫീസ് ഉപരോധിച്ചു. KV സുമേഷ് MLA സമരം ഉദ്ഘാടനം ചെയ്തു. വലിയ സമരം DMO ഓഫീസിന് മുന്നിൽ നടത്തുന്നു പറഞ്ഞാണ് വിശേഷിച്ച് ന്യായമായ ചില കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായിട്ടില്ല ഗവൺമെന്റ് മാറി ഗവൺമെന്റ് വരികയൊക്കെ ചെയ്യുന്നു. ഭരണക്രമത്തിന്റെ ഭാഗമായി ഭരണ സൗകര്യാത്ത ആരെങ്കിലും മാറ്റുന്നതിന് ഞങ്ങൾ ആലോചിക്കുന്നത്. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം വൈരനിര്യാതന ബുദ്ധിയോടെ ജീവനക്കാരെ ദ്രോഹിക്കുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. രഞ്ജിയോട് പറഞ്ഞത് തലശ്ശേരിയിൽ ഒരാൾ പെരിങ്ങോട്ട് പോകുന്നു, ഒരു രാജ്യത്തിനാണ് തലശ്ശേരിയിലുള്ള ആളെല്ലാം അങ്ങനെ പെരിങ്ങോട്ട് പോയിട്ട് പണിയെടുക്കാൻ മാത്രം ചില പ്രയാസങ്ങളുള്ളവരാണ്. അങ്ങനെയുള്ള ജനുവിനായ കുറെ കേസുകളാണ് ഇതിൽ വന്നത്. ഇത് ശുദ്ധ മര്യാദകളാണ്. ഇപ്പൊ തന്നെ നമ്മൾ കാണുകയാണ് LDF ഭരിക്കുന്ന കാലത്തും ഗവൺമെന്റ് വന്ന കാലത്തും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലാതെന്ന് ഞങ്ങളാരും പറയുന്നു. പക്ഷെ ഇത് അങ്ങേയറ്റം ഒരാളെ ദ്രോഹിക്കുക, ഒരു പീഡിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർക്ക് ഗുണമാണോ എന്നുള്ളത് അവരാലോചിക്കുന്നത്. NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PP സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ നേതാക്കളായ AM സുഷമ, PR സ്മിത, K രഞ്ജിത്ത്, TV പ്രതീഷ് എന്നിവർ സംസാരിച്ചു. K ഷീബ, KP വിനോദൻ, M അനീഷ്, PP അജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വ്യാജ സ്വർണം പണയം വെച്ച് ബാങ്കിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയ കേസിൽ കണ്ണൂർ ചക്കരക്കല്ല് പോലീസ് അറസ്റ്റ് ചെയ്ത 3 പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. പെരളശ്ശേരി കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ വെള്ളച്ചാൽ ഈവനിംഗ് ബ്രാഞ്ചിലാണ് പ്രതികൾ സംഘടിതമായി തട്ടിപ്പ് നടത്തിയത്. കൂടാളി സ്വദേശി മുഹമ്മദ് അഫ്നാസ്, ഇരുവേരി സ്വദേശികളായ ധനേഷ് ബാബു, മുനീർ ചന്ദ്രോത്ത് എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. പ്രതികളായ ധനേഷും മുനീറും ചേർന്നാണ് വ്യാജ സ്വർണ്ണാഭരണങ്ങൾ പലതവണയായി ഈ ബാങ്ക് ശാഖയിൽ പണയം വെച്ചത്. വ്യാജ ആഭരണങ്ങൾ പണയം വെച്ച് 17,20,000 രൂപയോളം തട്ടിയെടുക്കുകയായിരുന്നു. ചെമ്പിലും മെഴുകിലും തീർത്ത ആഭരണങ്ങളിൽ സ്വർണം പൂശിയാണ് ഇവർ തട്ടിപ്പിന് ഉപയോഗിച്ചത്. ഈ വ്യാജ ആഭരണങ്ങൾ ധനേഷിനും മുനീറിനും എത്തിച്ചു നൽകിയത് കൂടാളി സ്വദേശിയായ അഫ്നാസ് ആണെന്ന് പോലീസ് കണ്ടെത്തി. ബാങ്ക് മാനേജർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചക്കരക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. കണ്ണൂർ 1 കണ്ണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ മഴയുടെ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയം. ഉണ്ടായത് മിന്നൽ പ്രളയമെന്ന് മുഖ്യമന്ത്രി. വിരുന്നു വിവാദത്തിലും പ്രതികരിച്ച് മുഖ്യമന്ത്രി. തകരാറിലായ 92% വൈദ്യുതി കണക്ഷനുകൾ പുനഃസ്ഥാപിച്ചതായി മന്ത്രി സണ്ണി ജോസഫ്. ഏറ്റവും വലിയ നാശനഷ്ടം സംഭവിച്ചത് പത്തനംതിട്ടയിലും കണ്ണൂരിലും. ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയക്കെടുതി 13 ഗ്രാമങ്ങളെ ബാധിച്ചതായും മന്ത്രി സണ്ണി ജോസഫ്. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചെന്ന കേസിൽ 7 പ്രതികൾക്ക് ജാമ്യം. റിമാൻഡിലായി 67 ദിവസത്തിനു ശേഷമാണ് ജാമ്യം അനുവദിച്ചത്. കണ്ണൂർ 1 വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.